അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്മാർട്ട് സ്കോളർഷിപ്പ് 2024 നവംബർ 30 നടന്ന മെയിൻ പരീക്ഷയുടെ ഉത്തരങ്ങളുമാണ് ഞാൻ നോക്കുന്നത്. ഈ ക്ലാസ്സിൽ, ഈ വീഡിയോയിൽ 4ാം ക്ലാസ്സിൻ്റെ 1 മുതൽ 50 വരെയുള്ള ചോദ്യങ്ങൾ അവയുടെ ഉത്തരങ്ങൾ പറയും. 31 മുതൽ 50 വരെയുള്ള ജനറൽ പാർട്ട് നമ്മളെ ചാനലിൽ ലഭ്യമാണ്. അത് കൃത്യമായ വിശദീകരണത്തോടു കൂടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിയുന്നവരൊക്കെ എന്ത് ചെയ്യുക, കാണാം. ഇതിൽ നമ്മൾ പറയുന്നത് എല്ലാ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന മുഅ്ജിസത്തുകളൊന്നായ ആകാശാരോഹണത്തിൻ്റെ അറബി പദം. Arabic word for the ascending of Prophet sallallahu alaihi wasallam to the sky, that is one of his great mu'jiza. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഅ്ജിസത്ത്, ആകാശാരോഹണം. അതിനെന്താ അറബി പറയാം? അതിന് അറബിയിൽ പറയാം മിഅ്റാജ് എന്നാണ്, അല്ലേ? ഇസ്രാ എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറാമിൽ മസ്ജിദുൽ അഖ്സ വരെ, അല്ലേ? മസ്ജിദുൽ അഖ്സ വരെയുള്ള യാത്രക്കാണ് എന്താ പറയുക, ഇസ്രാ എന്ന് പറയാം കേട്ടോ. നമുക്ക് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മുംസിക്കൻ തലഫ, നാശം നൽകണമേ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുന്ന വിഭാഗം. ഏത് വിഭാഗത്തിനെതിരെയാണ് മലക്കുകൾ അങ്ങനെ പ്രാർത്ഥിക്കുക? ആംഗിൾസ് പ്രേ ആസ് മേ അല്ലാഹ് ഡിസ്ട്രോയ് ദം എന്ന രൂപത്തിൽ മലക്കുകൾ ദുആ ചെയ്യാർക്കെതിരെയാണ്? പിശുക്കന്മാർക്കെതിരെയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക, പിശുക്കന്മാർക്കെതിരെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മദീനയിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട്ടുകാർ ഉപമിച്ചത്, അല്ലേ? The prophet who reached Medina was compared by the people of Medina, അല്ലേ? ഏതാ? നമുക്കറിയാം, തൊലഅൽ ബദ്റു അലൈന, നമ്മുടെ മേലിൽ പൂർണ്ണചന്ദ്രൻ, അല്ലേ? ആ രൂപത്തിലാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, വീട്ടുകാരെ സഹായിക്കുക, ചെരുപ്പ് തുന്നുക തുടങ്ങിയ കാര്യങ്ങൾ അടയാളമാണ്. ഹെൽപ്പിംഗ് ദ ഫാമിലി ആൻഡ് സ്റ്റിച്ചിങ് സാൻഡൽസ് ആർ ദ സൈൻ ഓഫ്, അല്ലേ? വീട്ടുകാരെ സഹായിക്കൽ, ചെരുപ്പ് തുന്നുന്നത് എന്തിൻ്റെ അടയാളമാണ്? അത് വിനയത്തിൻ്റെ അടയാളമാണ്, പൊളൈറ്റ്നെസ്സിൻ്റെ അടയാളമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായി വരിക. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദിലുള്ളവരോട് ഇരിക്കാൻ പറഞ്ഞു. അത് കേട്ട് വഴിയിൽ തന്നെ ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഇജ്ലിസു, ഇരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ പള്ളിയിലുള്ള ആളുകളോട് പറഞ്ഞതാണ് വിഷയം. പക്ഷേ അത് കേട്ട ഒരാൾ പുറത്തുനിന്ന് എന്ത് ചെയ്തിരുന്നു? ദ പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആസ്ക്ഡ് ടു സിറ്റ് ഡൗൺ. ബൈ ഹിയറിംഗ് ഇറ്റ്, വൺ ഓഫ് ദം സാറ്റ് ഡൗൺ ഓൺ ദ വേ ഇറ്റ്സെൽഫ്. നടന്നുകൊണ്ടിരിക്കുന്ന ആ വഴിയിൽ തന്നെ അദ്ദേഹം ഇരുന്നു. അതാരായിരുന്നു ആ സ്വഹാബി? അത്രയും അള്ളാഹുവിനെയും റസൂലിനെയൊക്കെ വഴിപ്പെടുന്ന സ്വഹാബി ആരാണ്? അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു ആണ്. പ്രത്യേകം അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയൊക്കെ ചെയ്തു. ഓക്കെ. ആറാമത്തെ ക്വസ്റ്റ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ബദറിൽ ചെന്ന് മുശ്രിക്കുകളെ നേരിട്ടു. ദ പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആൻഡ് സഹാബ എൻകൗണ്ടേർഡ് മുശ്രിക്സ് അറ്റ് ബദർ. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി സഹാബത്തും ബദറിൽ ചെന്ന് മുശ്രിക്കുകളെ നേരിട്ടത്? അതിന് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി, തടഞ്ഞു വെച്ച ധനം തിരിച്ചെടുക്കാൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ദവാ ഉൽ ഖൽബ് ലിസലാമത്തി ദുനിയാ ഖിസാലുൻ അർബഅ എന്ന് തുടങ്ങുന്ന ബൈത്ത്, അല്ലേ? അതിൽ പറയുന്ന 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഖിയാമുൽ ലൈലൊക്കെ പറയുന്നുണ്ട്, തഹജ്ജുദ് നിസ്കാരം പറയുന്നുണ്ട്, അല്ലേ? സജ്ജനങ്ങളെ മുജാലസത്ത് സ്വാലിഹീൻ, അല്ലേ? സ്വാലിഹീങ്ങളുമായിട്ട് സഹവസിക്കൽ, അത് പറയുന്നുണ്ട്. അതുപോലെ തിലാവത്ത് ഖുർആൻ പാരായണം പറയുന്നുണ്ട്. അതിൽ പ്രത്യേകം എടുത്ത് പറയാത്ത സുന്നത്ത് നിസ്കാരം എന്നുള്ളതാണ്. ഇതിലോട്ടൊരു ചോദ്യം വേണ്ട, ഉത്തരമായി വരപ്പോൾ ഏതാ? സുന്നത്ത് നിസ്കാരം ഡി ആണ്. അപ്പോൾ ഇതിന് ചോദ്യം വേണ്ട, തഹജ്ജുദ് സുന്നത്തല്ലേ ചോദ്യം വേണ്ട, എല്ലാ സുന്നത്ത് നിസ്കാരം ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ മറുപടി കേട്ടോ. ശരി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഖബറിൽ പ്രയാസങ്ങൾ ലഘൂകരിക്കപ്പെടും, അല്ലേ? ഡിഫിക്കൽട്ടീസ് ഇൻ ദ ഗ്രൈവ് വിൽ ബി സിംപ്ലിഫൈഡ്, അല്ലെങ്കിൽ ലിറ്റിഗേറ്റ്, അല്ലേ? ലഘൂകരിക്കപ്പെടും. എന്ത്? വെള്ളിയാഴ്ച രാവോ പകലോ മരിച്ചവർക്ക്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക.
ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഈ ഖുർആൻ ആയത്തിൻ്റെ ഗുണപാഠം എന്താണ്? എന്താ ഗുണപാഠം? ദ മോറൽ ഓഫ് ദിസ് ഖുറാനിക് വേഴ്സ് എന്താ? മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്, അല്ലേ? ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. 10 മുസ്ലിമായതിനാൽ അബൂജഹലിൻ്റെ മർദ്ദനമേറ്റ് രക്തസാക്ഷിയായതാരാ? സുമയ്യ റളിയല്ലാഹു അൻഹയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ, ദൃഷ്ടി താഴ്ത്തുക, ഉപദ്രവിക്കാതിരിക്കുക, സലാമടക്കുക, ഇവ അവകാശങ്ങളാണ്. എന്തിൻ്റെ അവകാശങ്ങളാണ്? ലോവറിംഗ് ദ ഐസ്, ലോവറിംഗ് ദ ഐസ്, നോട്ട് ടു ഹരാസ്, റെസ്പോണ്ടിങ് ടു സലാം. ദീസ് ആർ ദ റൈറ്റ് ഓഫ്. എന്തിൻ്റെ അവകാശമാണ്? വഴിയുടെ അവകാശങ്ങളാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ ബി. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്ത പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാ? അത് ഉലുൽ അസ്മികളിൽപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്, അല്ലേ? ഏറ്റവും നബിമാർ 1,24,000 ഉണ്ട്. അതിൽ തന്നെ റസൂലുകളായിട്ട് 313 പറയുന്നുണ്ട്, 25 വരെ അഭിപ്രായമുണ്ട്. അതിൽ തന്നെ ഖുർആൻ എടുത്ത് പറഞ്ഞ് 25 നബിമാരാണ് ഏറ്റവും ഉത്തമർ. അതിലൊക്കെ ആദ്യ നബി വരൊക്കെ പെടും, ഈ നബിമാരൊക്കെ പെടും. അതിൽ തന്നെ 5 പ്രധാനപ്പെട്ട ഈസാ നബി, മൂസാ നബി, ഇബ്രാഹിം നബി തുടങ്ങി നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെ 5 പ്രവാചകൻ, മൂസാ നബി ഉൾപ്പെടെ 5 പ്രവാചകന്മാരെ ഉൽ അസ്മുകളായിട്ട് വരുന്നത്. അതിൽ ഇബ്രാഹിം നബിയാണ് അതിലുള്ളത് കേട്ടോ. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ, വസ്വൈഫ് വഖഫ് ചെയ്യുമ്പോൾ എത്ര നീട്ടണം? വസ്വൈഫ് എന്ന് വഖഫ് ചെയ്യുമ്പോൾ 3 അലിഫിൻ്റെ ഖദർ വരെ നീട്ടാം. 3 അലിഫിൻ്റെ ഖദർ അത്ര വരെ നീട്ടാം. പക്ഷേ ഏറ്റവും ഉത്തമം 1 അലിഫിൻ്റെ ഖദറൊക്കെ തന്നെയാണ് കേട്ടോ. 2. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് ഉത്തരമായി ഒരു ഓപ്ഷൻ ഡി ആണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഖാഫ് എന്ന ആയത്ത് ഓതുമ്പോൾ ഉണ്ടാകുന്ന മദ്. ദ മദ് ടേക്ക് പ്ലേസ് വെൻ ദ വേഴ്സ് ഖാഫ് ഈസ് റെസൈറ്റഡ്. ഖാഫ് എന്നത് റെസൈറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മദ് ഏതാ? അൽ ലാസിമുൽ ഹറഫി, അല്ലേ? മദ്ദക്ഷരത്തിന് ശേഷം അവിടെ ഒരു സുക്കൂന് വരുന്നുണ്ട്, അല്ലേ? അതുകൊണ്ടത് മദ് ലാസിമാണ്. ഒറ്റ ഹർഫ് തന്നെ ആയതുകൊണ്ട് ലാസിമുൽ ഹറഫിയാണ്. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്ത ഉദാഹരണങ്ങളിൽ കൂടുതൽ നീട്ട നിർബന്ധമുള്ള മദ് ഏതാണ്? മദ് ലാസിമായ ലോല്ലൂൻ എന്ന ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ, മിതമായ വേഗതയിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന രീതിയാണ് എന്ത്? തദ്വീർ എന്നറിയപ്പെടുക. ഏറ്റവും നല്ല വേഗത്തിലാണ് ഹദർ എന്ന് പറയും, സ്ലോവിലാണ് തെർത്തീൽ എന്ന് പറയും കേട്ടോ. തിലാവത്തല്ല, തെർത്തീൽ എന്ന് പറയും. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ ശരിയായ പാരായണം എഴുതുക. ചൂസ് ദ കറക്റ്റ് റിസൈറ്റേഷൻ ഫ്രം ദ ഫോളോവിങ്. ഏതാണ്? കഷജറത്തിൻ ഖബീസത്തിൻ ജുതുസ്സത്ത്, അല്ലേ? ഈ നൂന് വരണം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. 18ാമത്തെ ക്വസ്റ്റ്യൻ, വ അബ്നാഉക്കും എന്നതിലെ മദ് എന്താണ്? മദ് മുത്തസിലാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായി. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഖുർആനിലെ ക്രമമനുസരിച്ച് സൂറത്തുൽ ലുഖ്മാന് തൊട്ട് ശേഷമുള്ളത് ഏതാണ്? അക്കോർഡിംഗ് ടു ദ ഓർഡർ ഓഫ് ഖുർആൻ, ദ സൂറ ദാറ്റ് കംസ് ജസ്റ്റ് ആഫ്റ്റർ ദ സൂറ ലുഖ്മാൻ. ഇതാണ് സൂറത്ത് സജദയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരമായത്. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഫലാ യഹ്സുൻക ഖൗലുഹും. അവിടെ ഖൗലുഹും എന്നുള്ള മീമിൻ്റെ അവിടെ നിർത്തൽ എന്താണ്? നിർബന്ധമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. 22ാമത്തെ ക്വസ്റ്റ്യൻ, സജ്ജനങ്ങൾക്ക് രക്ഷ തേടുന്ന ഒരു ദിക്ർ നിസ്കാരത്തിലുണ്ട്. അത് എവിടെയാണ്? ഓപ്ഷൻ എ ആണ്, തശഹുദിലാണ് വരുന്നത് കേട്ടോ. അസ്സലാമു അലൈനാ വ അലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നൊക്കെ ഉണ്ടല്ലോ. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ, നിസ്കാര ശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു, ആ ദിക്റും ചൊല്ലി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കുന്നുള്ള? പാപങ്ങൾ പൊറുക്കപ്പെടും, അല്ലേ? സമുദ്രത്തിലെ നുര പോലെ ഉണ്ടായാലും പൊറുക്കപ്പെടുന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ശരി. 24ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവർ സുജൂദ് സഹ്വ് ചെയ്ത് പരിഹരിക്കേണ്ടത് എന്താണ്? ഖുനൂത്ത് മറക്കുക എന്നുള്ള ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക. 25ാമത്തെ ക്വസ്റ്റ്യൻ, ഒരാൾ സലാം പറഞ്ഞു, അത് കേട്ട് ഹാഷിം നിസ്കാരത്തിനിടയിൽ സലാം അടക്കി. എന്നാൽ ആ നിസ്കാരം എന്താണ്? ബാത്തിലാണ്. സലാം പറഞ്ഞാൽ മടക്കേണ്ടതാണ്. അതുകൊണ്ട് എന്താണ്? നിസ്കാരത്തിലാകുമ്പോൾ അത് പറ്റൂല. നിസ്കാരമാകുമ്പോൾ അള്ളാഹുമായി മാത്രമേ അഭിമുഖം പറ്റുള്ളൂ. നിഷ്ഫലമായി വീണ്ടും നിസ്കരിക്കണം. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക കേട്ടോ.
ഓപ്ഷൻ എ ആണ് നിഷ്ഫലമായ ഉത്തരമായിട്ട് വരിക. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ, ഫർദ് നിസ്കാരത്തിന് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങളാണ് എന്ന് പറഞ്ഞാൽ റവാത്തിബ് പറഞ്ഞാൽ ഓപ്ഷൻ എ. 27 മരക്കൊമ്പിൽ ഇലകൾ കൊഴിയും പോലെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്ന സൽക്രമം അല്ലേ, ഏതാ പറഞ്ഞത്? റബ്ബിൻ്റെ പ്രീതിക്ക് വേണ്ടി നിസ്കരിക്കുക, ഓപ്ഷൻ ബി ആണ് ഉത്തരമായി വരിക. 28ാമത്തെ ക്വസ്റ്റ്യൻ, പ്രാതൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന പദത്തിന് അറബിക് വേർഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ഫതൂർ എന്നാണ് കേട്ടോ. വജബ പറഞ്ഞാൽ ഫുഡ് നിർത്തുള്ളൂ, ഫഹ്റ മുന്തിയത്, മുറബ പറഞ്ഞാൽ ജാമ്. ശരി. 29ാമത്തെ ക്വസ്റ്റ്യൻ, അള്ളാഹു തആല കേൾവിയുള്ളവനാണ് എന്ന് അറിയിക്കുന്ന വിശേഷണം. അള്ളാഹു തആല കേൾവിയുള്ളവനാണ്. അവനുഹു സമീഅൻ അല്ലേ, ബസീറാന കാഴ്ച, മുതകല്ലിം സംസാരം, ഖാദിർ കൈവുള്ളവൻ കേട്ടോ. 30 വഹ്വ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ. ഇത് ഉൾപ്പെട്ട ദിക്ർ ചൊല്ലേണ്ട സന്ദർഭം എപ്പോഴാണ്? അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോൾ, ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട്. 31ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫോളോയിങ് ദ സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ് ഗ്യാസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. ഏതാ? അറ്റ്മോസ്ഫിയറിലെ ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ ഏതാണ്? ഓക്സിജൻ ആണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ, പാർട്ട് ഓഫ് ദ ബോഡി ദാറ്റ് ഹെൽപ്സ് ടു മൂവ്. ചലിക്കാൻ സഹായിക്കുന്ന ഏത് ഭാഗമാണെന്നുള്ള ഓപ്ഷൻ ഡി ആണ് ഉത്തരമായി വരിക. ഉത്തരം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറയുന്നത്. 33 ഇൻവെൻറ്റർ ഓഫ് ടെലിഫോൺ കണ്ടുപിടിച്ചതാണ് അലക്സാണ്ടർ ഗ്രഹാം ബെൽ, ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക. 34 ആനിമൽസ് ദാറ്റ് ബ്രസ്റ്റ് ഫീഡ് ദയർ യങ് വൺ. കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നത് ഇതാണ് മമ്മൽസ്, ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക. 35ാമത്തെ ക്വസ്റ്റ്യൻ, താർ ഡിസേർട്ട് ലൈസ് ഇൻ. താർ മരുഭൂമി എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്, രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഓപ്ഷൻ ബി ആണ്. 36 വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഗംഗ. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി, ഓപ്ഷൻ ഡി ആണ്, യമുനയാണ്. 37ാമത്തെ ക്വസ്റ്റ്യൻ, ദ ട്രേഡ് ക്യാപിറ്റൽ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ടിൽ 1911. 1911 വരെ ഇന്ത്യയുടെ തലസ്ഥാനം ഏതായിരുന്നു എന്നുള്ളതാണ് ഉത്തരമായി വരിക, കൽക്കട്ടയാണ്. അന്ന് കൽക്കട്ടയാണ് കേട്ടോ, ഓപ്ഷൻ എ ആണ് ഉത്തരമായി വരിക. 38 അമൻ ദ ഫോളോയിങ് വിച്ച് എംപയർ റൂൾഡ് ഓവർ ഇന്ത്യ ഇൻ ദ മിഡീവൽ പീരീഡ്. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യ ഭരിച്ചിരുന്ന സാമ്രാജ്യം ഏതെന്നുള്ളതാണ്, മുഗൾ സാമ്രാജ്യം. സൽത്തനത്ത് സാമ്രാജ്യം മുഗൾ സാമ്രാജ്യക്കാണ് മധ്യകാലഘട്ടത്തിൽ കേട്ടോ. 39 വാട്ട് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ സോൾവെൻറ്റ്. സാർവിക ലായകം എന്നറിയപ്പെടുന്നത് ഇതാണ്, ഓപ്ഷൻ എ വാട്ടറാണ്. 40ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? അബ്ദുൽ കലാം ആസാദ് ആണ്. കേരളത്തിലാണ് ജോസഫ് മുണ്ടശ്ശേരി കേട്ടോ, ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിൽ. 41 ദ ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് സുകുമാർ സെന്നാണ്. 42 സയൻറ്റിഫിക് നെയിം ഓഫ് കോക്കനട്ട്. കോക്കനട്ടിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്? കോക്കസ് ന്യൂസിഫറ എന്നുള്ളതാണ്, ഓപ്ഷൻ എ ആണ്. 43 സെലക്ട് ദ കറക്റ്റ് കൺജങ്ഷൻ. ഐ ലൈക്ക് ആപ്പിൾസ് ആൻഡ് ഓറഞ്ച് എന്നാണ്, ഓപ്ഷൻ എ ആണ് ഉത്തരമായി വരിക. 44ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ പ്രൊണൗൺ വിശദീകരിക്കുക. ഹി ഗേവ് മി എ ഗിഫ്റ്റ്. അതിലെന്താണ്? പ്രൊണൗണ് നോണിന് പകരം ഉപയോഗിച്ചതാണ് ഹി എന്നുള്ളതാണ്, ഓപ്ഷൻ എ ആണ് ഉത്തരം. 45 ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വേർബ് ദ ടീച്ചർ ടെൽസ് എന്നാ വരിക കേട്ടോ, ഓപ്ഷൻ ബി ആണ് ഉത്തരമായി വരിക. 46 ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ദ കറക്റ്റ് പ്രൊണൗൺ. ശരിയായ പ്രൊണൗൺ ഉപയോഗിച്ച് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. നോക്കാം. ദിസ് ഈസ് മൈ ബുക്ക്. ഇത് എൻ്റെ ബുക്കാണെന്നുള്ളത്. 47 ഒരു മാത്തമാറ്റിക്കൽ ക്വസ്റ്റൻ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്, അറിയാത്തവർ എന്ത് ചെയ്യാം, നമ്മുടെ ജനറൽ പാർട്ട് എടുത്ത് കാണാം. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് 47. 48ൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 49 ദ സം ഓഫ് പ്ലേസ് വാല്യൂ 5 in 25,345 എന്നതിലെ 5ൻ്റെ പ്ലേസ് വാല്യൂ എത്ര വരും? 5005 എന്നുള്ളതാണ്. ഒക്കെ വിശദീകരണം വന്നിട്ടുണ്ട്, പ്രത്യേകം എടുത്ത് കാണേണ്ടതാണ്. 50ാമത്തെ ക്വസ്റ്റ്യൻ, ദ ടൈം ബിറ്റ്വീൻ 9:30 and 11 AM എത്ര വരും? 1 മണിക്കൂർ 30 മിനിറ്റ് വരും, ഓപ്ഷൻ ഡി ഉത്തരം വരും. അപ്പോൾ ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യും, കണ്ടിന്യൂ വന്നുകൊണ്ടേ ഇരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ജനറൽ പാർട്ട് എല്ലാ ക്ലാസ്സിലും എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 10ാം ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാൻ വൈകി. പിന്നെ കുറേ കുട്ടികളെ ഒരുപാട് ആളുകൾ അയച്ചു തന്നിട്ടുണ്ട്, ഒരുപാട് ആൾക്ക് അയക്കുക ചോദിച്ചതൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ക്ലാസ്സിന് സപ്പോർട്ട് എല്ലാവരുടെയും ലൈക്ക് ഷെയറൊക്കെ ചെയ്യാം. നന്നായിട്ട് പഠിക്കുക. ഈ ഒരു കാല ജീവിതത്തിലേക്ക് അല്ലാഹു തആല രണ്ട് ലോകത്ത് എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.